എൻ്റെ പേര് കാസിം. ഞാൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഹോംമാർക്ക് സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർസ് ആൻഡ് ഇൻറ്റീരിയർ. ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ വിജയ് കോംപ്ലക്സിലാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഹോംമാർക്ക് തുടങ്ങിയിട്ട് 14 വർഷം കഴിഞ്ഞു. നമ്മൾ ചെയ്യുന്നത് ഓൾ ഇൻറ്റീരിയർ വർക്കാണ്. അതായത് ജിപ്സം സ്റ്റെയർ കേസ്, കബോർഡ് വർക്കുകൾ, കിച്ചൺ കബോർഡ്, അങ്ങനെ ഇൻറ്റീരിയറായിട്ടുള്ള എല്ലാ വർക്ക്സും. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു കസ്റ്റമർ നമുക്കൊരു വീടിൻ്റെ വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്ലാൻ വാങ്ങിയിട്ട് ആ പ്ലാന് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി 3D വരച്ച് കൊടുക്കും. 3D വരച്ച് കൊടുത്തിട്ട് അത് ഒരു ഓക്കെ ആകുമ്പോൾ നമ്മൾ അഡ്വാൻസ് മേടിച്ച് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത്. എല്ലാം മൊത്തം A to Z ആണ് നമ്മൾ ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ ഫുൾ ചെയ്യുന്നത്. ഉണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമുക്കിപ്പോൾ കേരളത്തിൽ ഇല്ലാത്തതായ മെറ്റീരിയലുകൾ നമ്മൾ ഡൽഹിയിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത്. പേഷൻ തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ണൂർ മുമ്പൊക്കെ നമ്മൾ കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ വർക്കിന് 20 വർഷം മുമ്പ് പോകുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ ഓരോ വീടുകളിൽ വർക്കിന് പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ട്, പിന്നെ അത് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ സ്വന്തം സ്ഥാപനമായിട്ട് 14 വർഷം കഴിഞ്ഞു. നമ്മൾ പരസ്യം കാര്യങ്ങളും അങ്ങനെ കൂടുതൽ ചെയ്യാറില്ല. നമ്മൾ ചെയ്ത വർക്കുകൾ കണ്ടിട്ട് അത് മുഖാന്തരം വരുന്ന വർക്കുകളാണ് നമുക്ക് കൂടുതലുള്ളത്. നമ്മൾ വലിയ വർക്കുകൾ നമ്മൾ കണ്ണൂർ ചെയ്തിട്ടുണ്ട്, പത്തനംതിട്ട ചെയ്തിട്ടുണ്ട്, അതുപോലെ കാസർഗോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്, പാലക്കാട് തൃശ്ശൂർ, അവിടെയാണ് നമ്മളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു 45 ദിവസമാണ് ഒരു വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറയുക. അത് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇവിടെ മിഷനറി വർക്ക്സ് ആണ്. അല്ലാതെ നമ്മൾ വീട്ടിൽ പോയിട്ടുള്ള കൈകൊണ്ടുള്ള അല്ല ചെയ്യുന്നത്. നമ്മൾ ഫുൾ ചെയ്യുന്നത് മിഷനറി വർക്കാണ്. ഇപ്പോൾ കട്ടിങ് ആണെങ്കിലും അതിൻ്റെ സൈഡ് എഡ്ജ് ബാൻഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് മെഷീൻ വർക്കാണ്. അവിടെ പോയി ഫിറ്റിങ്സ് മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഒരു വീടിൻ്റെ വർക്കിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നമുക്കിപ്പോൾ ഒരു 3 ആഴ്ചൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. ആഫ്റ്റർ മെയിൻ്റെനൻസ് ഇപ്പോൾ നമുക്ക് ഇഞ്ചസുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് പോയി റിപ്പയർ ചെയ്യും. നമ്മൾ 25 വർഷം വാറണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നത് നമ്മളല്ല, നമ്മൾ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഇതുപോലെയാണ്. അതായത് നമ്മൾ കൂടുതലും ചെയ്യുക മറൈൻ പ്ലൈ, ഗ്രീൻ ലാൻഡ് പ്ലൈ ആണ് കൂടുതലും ചെയ്യുക. ആ പ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഗ്യാരണ്ടി കൊടുക്കുന്നത് പ്ലൈവുഡ് കമ്പനിക്കാരാണ്. നമ്മൾ ചെയ്യുന്നത് വർക്കിന് ഗ്യാരണ്ടി കൊടുക്കും. ആ വർക്കിന് ഗ്യാരണ്ടി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമ്മളത് പോയി ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോൾ ഇൻറ്റീരിയർ വർക്കിൽ നമ്മൾ ഏകദേശം നമുക്കൊരു 10-12 ആളുണ്ട്. അവരൊക്കെ ഉഷാറാണ്, വർക്കേഴ്സൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. നമുക്ക് സൈറ്റിലേക്ക് അങ്ങനെ അധികം പോകേണ്ടി വരേണ്ട ആവശ്യമൊന്നും വരാറില്ല. കാരണം വർക്കേഴ്സും നമ്മുടെ അവനവൻ്റെ സ്ഥാപനം എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് എപ്പോഴും നമുക്ക് അവിടെ പോയി നിൽക്കേണ്ട കാര്യം നമുക്ക് വരാറില്ല. നമ്മൾ ഇൻറ്റീരിയർ വർക്കിന് നമ്മൾ മറ്റേ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രിക് വർക്ക് തൊട്ടിട്ട് നമ്മൾ അവിടെ ഉണ്ടാവും. വയറിങ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇൻറ്റീരിയർ കിട്ടിയാലേ നമുക്ക് അതിന് മനോഹരമാക്കി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അവരുടെ പോയിന്റുകൾ, വയറിങ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് വയറിങ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയാലേ നമുക്ക് പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ തേപ്പ് കാര്യങ്ങൾ കഴിഞ്ഞ് പുട്ടിയിട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇൻറ്റീരിയർ വർക്കിനായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് കിച്ചണിലേക്ക് അതുപോലെ തന്നെ ഉള്ള അവർക്ക് വരുന്ന പോയിന്റുകൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നമുക്ക് കൂടുതൽ വരുന്ന പരിധിന് പുറത്തുള്ള വർക്കുകളാണ്. അപ്പോൾ ഒരു വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മളൊരു കോൺടാക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കട്ടിലും ജനലൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവിടെ നിന്നോട്ട് നമുക്ക് കോൺടാക്റ്റ് അവരായിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് വർക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ അതിനുള്ള കാര്യങ്ങളായിട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ നമ്മളൊരു വരച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു ആ ഏരിയയും ആ ഒരു സ്ഥലത്തിനും വെച്ചിട്ടാണ്, നമ്മുടെ ഒരു മൈൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ 3D വരച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെൽഡിങ് വർക്ക് നമുക്ക് ഇൻറ്റീരിയർ വർക്കും വെൽഡിങ് വർക്കുമാണ് നമ്മുടെ മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളത്. പിന്നെ നമ്മൾ ഈ മരത്തിൻ്റെ വിൻഡോസ് കാര്യങ്ങളൊക്കെ പോയപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റീൽ വിൻഡോസും ഡോറും കൂടി അതിൻ്റെ കൂടെ ചെയ്തു തുടങ്ങി. നമ്മളിവിടെ ചെയ്യുന്നത് ആകെ ഒരൊറ്റ ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നുള്ളൂ. ടാറ്റ ഗാൽവനൈസ്ഡ് 16 ഗേജ് മാത്രം, അല്ലാതെ ഒരു മെറ്റീരിയൽ നമ്മളിവിടെ ചെയ്യുന്നില്ല. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഗാൽവനൈസ്ഡ് കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് അത് തുരുമ്പ് വരാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പ്രത്യേക, അതായത് കട്ടില ജനൽ എന്ന് പറയുമ്പോൾ അതിനൊരു അളവുകളുണ്ട്. ഇപ്പോൾ നമുക്ക് 150, 135, അതുപോലെ 100, 135 എന്ന് പറയുന്ന നോർമൽ സൈസുകളുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ കസ്റ്റമർ വന്നിട്ട് അവർക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള അളവുകളുണ്ട്. അവർക്ക് സ്പെഷ്യലായിട്ടുള്ള, ഇപ്പോൾ ഈ നമ്മൾ മറ്റേ ഇപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ കാണുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 6 അടി ജനൽ, പിന്നെ അതുപോലെ ഫ്രഞ്ച് വിൻഡോസ് എന്നൊക്കെ പറയും, അത് 10 അടി ഹൈറ്റുള്ള ജനലൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ജനലിൽ തന്നെ
കുറേ കിളിവാതിലുകൾ പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഏത് ഐറ്റം ആണെന്നുണ്ടെങ്കിലും അത് കസ്റ്റമറിൻ്റെ താല്പര്യപ്രകാരം നമ്മളത് ചെയ്ത് കൊടുക്കും. നമ്മളതിൽ ഒരു വിൻഡോ എടുത്തിട്ട് പോകുന്ന കസ്റ്റമർക്ക് വർക്ക് കഴിഞ്ഞ് പെയിൻറ്റ് അടിക്കുക, ഗ്ലാസ് ഇടുക, അല്ലാതെ ബാക്കി എല്ലാ വർക്കും നമ്മളിവിടുന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിൽ അതുപോലെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ അത് 10-15 വർഷം പോകുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മളെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലോട്ട് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5-6 വർഷം അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കെട്ടുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഈ രണ്ട് കല്ല് വെച്ച് അടുപ്പിച്ചിട്ട് അതിൻ്റെ ഇടയിൽ സിമെൻറ്റ് ഫില്ല് ചെയ്ത് പോകുന്നില്ലേ, അതേ സിസ്റ്റം തന്നെയാണ്. ഇപ്പോൾ ജനല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അത് സിമെൻറ്റ് ഫില്ല് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കെട്ടുന്നതിനൊപ്പം അത് ഫില്ല് ചെയ്ത് പോകും. സ്റ്റീലാണല്ലോ, അതിൻ്റെ മുകളിൽ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഒരു എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് സിമെൻറ്റ് കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത് ഒരു കെട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ കസ്റ്റമറും ഈ സാധനം സൂക്ഷിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് ഇപ്പോൾ ഒരു കെട്ടുപണി തുടങ്ങി, അപ്പോൾ അതിലിപ്പോൾ എന്തെങ്കിലും സിമെൻറ്റോ വെള്ളം അല്ലെങ്കിൽ സിമെൻറ്റ് വലിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് കയ്യോടെ അന്ന് വൈകുന്നേരം ആ പണിക്കാരെ കൊണ്ട് ഒന്ന് തുടപ്പിച്ച് വൃത്തിയാക്കിയിട്ട് പറഞ്ഞയച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഈ സാധനം വൃത്തിയായിരിക്കുക. ഇത് നമ്മൾ ഈ 6-7-8 മാസം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വീടിൻ്റെ തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം പെയിൻറ്റിങ് തുടങ്ങുന്ന സമയത്ത് ഈ സാധനത്തിൽ ഫുള്ള് സിമെൻറ്റ് ഒട്ടിയിരിക്കും. അത് അന്നന്ന് ചെയ്യുന്ന പണികൾ അന്നന്ന് ക്ലിയർ ചെയ്ത് ഒരു വെള്ളം തൊട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ക്ലിയർ ആയി ഇരുന്നുള്ളൂ. നമ്മൾ ഈ വിൻഡോസ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓർഡറുകൾ നമുക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും സൂപ്പർ ടാക്ക്, പുട്ടി അങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ വണ്ടിയിലിടുന്ന ബോഡി ഫില്ലറാണ് ഉപയോഗിക്കുക. ഇഞ്ചസുകളുടെ SS ആണ്. പിന്നെ ചെയ്യുന്നത് ടാറ്റ 16 ഗേജ് അല്ലാതെ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് വർക്കിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്തതിന് ശേഷമാണല്ലോ നമുക്ക് ഇന്റീരിയർ വർക്കിൻ്റെയും ആൾക്കാർ നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്വാളിറ്റിയിൽ കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്റീരിയർ വർക്കും കൂടിയിട്ട് അവർക്ക് തരാനുള്ളൊരു മനസ്സിലേക്ക് ഒരു ഇത് തോന്നുന്നത്. അല്ല ഇതിപ്പോൾ ഈ നമ്മൾ ഈ വിൻഡോസും സാധനങ്ങളും കൊടുക്കുന്നത് തർപ്പണി കഴിഞ്ഞ് വിൻഡോസ് കൊടുത്തിട്ട് അതിൽ നമുക്ക് മോശപ്പേരാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ വർക്കും നമുക്ക് കിട്ടില്ലല്ലോ. അതൊരു വ്യത്യാസം വരുന്നുണ്ട്. ഡോർസിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഒരു 10-22 വർക്കേഴ്സ് ഉണ്ട്, ഹിന്ദിക്കാരായിട്ടും മലയാളീസായിട്ടും. നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്ന മലയാളീസും കുട്ടി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹിന്ദിക്കാരൊക്കെ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ. പിന്നെ നമ്മളും വർക്ക് അത്യാവശ്യം ആൾ കുറവാണെങ്കിൽ നമ്മൾ ഇറങ്ങി ചെയ്യും, നമ്മൾ പണിക്കാരനാണ്. അല്ല, എല്ലാവരും ബിസിനോട്ട് വരണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചു പോകാൻ എന്തായാലും വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി 10 ആൾക്ക് പണി കൊടുക്കുന്ന ഒരു നമുക്കൊരു മനസ്സിന് തൃപ്തിയാണ്, വരുമാനവും നമുക്ക് കൂടുതലാണ്, നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവും ആണ് പറയാനുള്ളത്. നമുക്ക് ഈ സ്റ്റീൽ വിൻഡോസ് ഡോർ എന്ന് പറഞ്ഞ സാധനത്തിന് ഗ്യാരണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ചെയ്യുന്ന വർക്ക് നമ്മൾ ക്വാളിറ്റിയാണ് എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾക്ക് ഈ മെറ്റീരിയലിന് ഗ്യാരണ്ടി എന്ന് പറയുന്നത് അത് ടാറ്റ കമ്പനിയാണ് തരേണ്ടത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിന് മാനുഫാക്ചർ ചെയ്ത് അത് വിൻഡോ ആക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഷീറ്റ് ചെയ്യുന്നത് ടാറ്റ കമ്പനിക്കാരാണ്. അതിൻ്റെ ഉറപ്പാണ് നമുക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വാക്കാലെ നിങ്ങൾക്ക് 30 വർഷം ഗ്യാരണ്ടി തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. ഓഫീസ് റൂമിൻ്റെ ഈ കാണുന്ന ഈ വിൻഡോസും ഡോറൊക്കെ നമുക്ക് വുഡൻ ഫിനിഷിൽ തന്നെ കാണുന്നത്. നിങ്ങൾ ഫസ്റ്റ് വന്ന് ചോദിച്ചത് ഇത് മരമാണെന്നല്ലേ. അപ്പോൾ ആ ഒരു കാണുമ്പോൾ മരത്തിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഭാവി പരിപാടി 2-3 ഷോറൂമുകൾ തുടങ്ങണം എന്നുള്ള പ്ലാനിൽ നടക്കുകയാണ്. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു 2-3 കൂടി ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഓൾ കേരള, തമിഴ്നാട്, നമ്മൾ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇഷ്ടം പോലെ കയറി പോകുന്നുണ്ട്. ഫാമിലി അമ്മ, 3 മക്കൾ, പിന്നെ വൈഫ്. ഷോപ്പുകൾ വളരെ കുറവാണ്. നമുക്ക് ഇൻറ്റീരിയർ വർക്കാണ് നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. നമ്മളൊരു വീടിൻ്റെ വർക്ക് എടുത്താൽ തന്നെ ഇപ്പം നമ്മൾക്ക് ഒരു വീടിൻ്റെ വർക്ക് 6-7 മാസം മുമ്പ് തന്നെ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ച് സൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു വർക്ക് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഒരു 3-4-5 വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നടന്നു പോകാനുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ഷോപ്പ് വർക്കുകൾ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഡിലേ ആവും. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് കറക്റ്റായിട്ട് ഒരു വർക്ക് എടുക്കുക, അത് പ്രോപ്പറായി ചെയ്ത് വൃത്തിയാക്കി ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് കിടക്കുക. അങ്ങനെയാണ് നമ്മൾ വർക്ക് എടുത്തു പോകുന്നത്. വിജയം എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ പിന്നെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൻ്റെ ഒരു ഇതും കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കറക്റ്റ് വരുന്നത് നമ്മളെ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്.